Hi, hello, welcome back to Selmos Engineering World. മൈക്രോസോഫ്റ്റിൻ്റെ 365 ഉപയോഗിച്ചിട്ട് വിഷ്വൽ ബേസിക്സ് ഉപയോഗിച്ച് കോഡ് ചെയ്ത് ചാറ്റ് ജി ബി ടിയിൽ കോഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ നോക്കി. അതേപോലെ തന്നെ നമ്മളിന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് Microsoft365.com. ജസ്റ്റ് അടിച്ചെടുത്താൽ മതി, ഓൺലൈൻ വേർഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് ഓഫ്ലൈൻ വേർഷൻ ആണെങ്കിൽ അത് പെയ്ഡാണ് കേട്ടോ, പ്രീമിയം ലെവലാണ്. നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്തെടുക്കുക. ഓഫ്ലൈൻ അടിച്ചെടുക്കുമ്പോൾ ഞാനിവിടെ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് പ്രീമിയം ലെവലിൻ്റെ ഇത് വരും, ഓഫേഴ്സ് വരും. നമുക്ക് ഓഫ്ലൈനാണ് വേണ്ടത്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു ഡാറ്റ ഉണ്ട്, നമുക്കൊരു എക്സലിൻ്റെ ഫയലിൻ്റെ ഡാറ്റ ഉണ്ട്, അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് വേണ്ടത്. സോ ദാറ്റ് നമുക്കറിയാതില്ല, ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഹോം, ഫയൽ, ഇൻസേർട്ടിൽ പോയാൽ എന്താ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഷേപ്സ്, നമുക്ക് ഒരുപാട് നമുക്ക് സാധാ എക്സൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ അപ്ഡേറ്റ് ആയിട്ടുള്ള വേർഷനാണിത്, നമുക്കറിയാം. സോ ദാറ്റ് നമുക്ക് ഇതിൽ ഹോം ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഹോമിലായിട്ട് പിന്നെ അറ്റത്തായിട്ട് പോപ്പുലർ ആഡ് ഇൻസ് അങ്ങാണ്ട് നമുക്ക് കാണാം. അതിൽ ചാറ്റ് ജി ബി ടി ഡയറക്റ്റ് കണക്ഷൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കണ്ട, അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ഓപ്ഷൻസാണ്. നമുക്കിപ്പോൾ വേണ്ടത് എന്താ, നമ്മുടെ കയ്യിലുള്ള ഒരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ ഇതിലേക്ക് എന്താണ് എക്സൽ ഫോമിലായിട്ട് സ്പ്രെഡ്ഷീറ്റിലായിട്ട് ഇൻസേർട്ട് ചെയ്യണം. അത് നമുക്ക് എന്താ വേണ്ടതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകേണ്ടത്. ഇതിൽ പല ടൈപ്പ് അപ്ഡേഷൻസ് അവൈലബിൾ ആണ്. ഇത് ഏതാണ്, MS Excel 365, മൈക്രോസോഫ്റ്റിൻ്റെ 365 ആണിത്. ഇത് ഞാൻ ഓഫ്ലൈനിലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് MS Excel ഓഫ്ലൈൻ എന്നടിച്ചെടുത്താൽ നമുക്ക് കിട്ടും. ജസ്റ്റ് സൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻസെർട്ട് പോയി നമുക്ക് പിക്ചർ എടുത്തു നോക്കിക്കോ. പിക്ചർ എടുത്തിട്ട് നമുക്കൊരു പിക്ചർ ഫയലാണല്ലോ അതിൽ ഇൻസെർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇൻസെർട്ടിൽ പോയി പിക്ചേഴ്സ് എന്ന് സംഭവം കണ്ടോ, ആ പിക്ചേഴ്സ് എന്ന ഇതിലാണ് നമുക്ക് എടുക്കേണ്ടത്. ആ പിക്ചർ എടുത്താൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക എന്നറിയാം. കാരണം ജസ്റ്റ് പിക്ചർ എടുത്താൽ നമുക്ക് ആ പിക്ചർ ഫോമിൽ തന്നെ ആയിരിക്കും വരിക. ആ ഒരു പിക്ചറിൽ നമുക്കൊരു ഇതും വരില്ല. നമുക്ക് പിക്ചർ എടുത്തു, അതിൽ ദിസ് ഡിവൈസിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സലിൻ്റെ ഷീറ്റല്ല, ജസ്റ്റ് പിക്ചർ. ആ ഒരു പിക്ചർ ഇമേജാണ് കേട്ടോ, ഇമേജ് ഫയലാണ്. അത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറ്റിയേ, ആ ഇമേജ് കിട്ടി. അത്രയല്ലേ വരുള്ളൂ, ഇമേജ് ഫയലല്ലേ വരുള്ളൂ. നമുക്ക് എന്താ വേണ്ടത്, ഡാറ്റ ആയിട്ട് അതിൻ്റെ എക്സൽ സ്പ്രെഡ്ഷീറ്റായിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. അതിനെന്താ നമുക്ക് ചെയ്യേണ്ടത്, ജസ്റ്റ് ഡാറ്റ എടുക്കുക. അതിലായി അങ്ങേ അറ്റത്തായിട്ട് ഒരു സംഭവം കണ്ടോ, ഡാറ്റ ഫ്രം പിക്ചേഴ്സ്, അതെടുക്കുക. ഡാറ്റ ഫ്രം പിക്ചേഴ്സ്, ഇതെല്ലാത്തിലും ഒരേപോലെ അറേഞ്ച്മെൻറ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഡാറ്റ എടുക്കുക, ഡാറ്റ ഫ്രം പിക്ചേഴ്സ് എടുക്കുക. അതിന് എന്നിട്ടെന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഡാറ്റ എടുത്തു, ഡാറ്റയിൽ നിന്ന് ഡാറ്റ ഫ്രം പിക്ചേഴ്സ് എടുത്തു. ഡാറ്റ ഫ്രം പിക്ചേഴ്സ് എടുത്ത ശേഷം ജസ്റ്റ് നമ്മളെ ഫയൽ ഓപ്പൺ ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഇനി ജസ്റ്റ് സീ ദ മാജിക്, ജസ്റ്റ് വാവ്. ഇത് നമുക്കൊരു 5 സെക്കൻഡ് പോലും തികച്ച് വേണ്ട കേട്ടോ. ഇങ്ങനെ ഇത് കിട്ടും. നമുക്ക് റിവ്യൂ ചെയ്യാമല്ലോ ഓപ്ഷന്. നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം, അപ്പുറത്തുനിന്ന് മാറ്റാം. പക്ഷേ നമുക്ക് ജസ്റ്റ് കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, എന്തെങ്കിലും മാറ്റമുണ്ടോ. നമുക്ക് ജസ്റ്റ് അവർ തരുന്ന റിവ്യൂ ആണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിൽ എല്ലാം അവർ കറക്ഷൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി തരുന്നതെല്ലാം ഞാൻ റിവ്യൂ ചെയ്തിട്ട് മാത്രമേ അവരത് ഇൻസെർട്ട് ഡാറ്റ കൊടുക്കുള്ളൂ കേട്ടോ. ഞാൻ കോഫി പൗഡറിൽ 6 കാണാമല്ലോ, അപ്പോൾ ഞാൻ ആ ഒരു 6 ഇട്ട് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. ജസ്റ്റ് അതേപോലെ കോഫി പൗഡർ അതിലൊരു 6 ഇട്ട് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കൊടുത്ത് ഞാൻ ഇൻസെർട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ ഞാനെല്ലാം അവർ തന്നിട്ടുള്ള ഡാറ്റാസും ചെക്ക് ചെയ്തിട്ടില്ല എന്ന് കൂട്ടിക്കോ. ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരിക്കലും ഇൻസെർട്ട് ആവില്ല. അവർ റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളതെല്ലാം ഞാൻ റിവ്യൂ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗുഡ് ഓപ്ഷനാണ്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇൻസെർട്ട് എനിവേ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, ഇതേപോലെ എല്ലാതും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. 7 ഐറ്റംസ് റിക്വേർഡ് റിവ്യൂ കണ്ടോ, 5 ഐറ്റംസ് റിക്വേർഡ്, 3 ഐറ്റംസ് റിക്വേർഡ്, 2 ഐറ്റംസ് റിക്വേർഡ്, അങ്ങനെ ഓരോന്നും നോ ഐറ്റംസ് റിക്വേർഡ്. കഴിഞ്ഞോ, ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാം റിവ്യൂ ചെയ്തു. ഫൈനലി നമ്മൾ ഇൻസേർട്ട് ഡാറ്റ കൊടുക്കുക. ഇൻസേർട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഞാൻ എവിടെയാണോ കഴ്സർ വെച്ചിട്ടുള്ളത്, ഞാൻ ഏത് സെല്ലാണോ സെലക്ട് ചെയ്തിട്ടുള്ള ആ സെല്ലിൽ വരും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സെല്ലിലായിട്ടായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അറിയാതെ ആയിപ്പോയതാണ്. സെല്ലിലായിരുന്നു ഇതുണ്ടായിരുന്നത്, അപ്പോൾ അതങ്ങനെ ആയിപ്പോയി. സോ ഇത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് അപ്പുറത്ത് കിടാം, അതിലൊന്നും പ്രശ്നമില്ലല്ലോ. ഇതുവരെയുള്ളതൊക്കെ കറക്റ്റല്ലേ. ഡാറ്റയിൽ പോവുക, ഡാറ്റ ഫ്രം പിക്ചേഴ്സ് എടുക്കുക, അതിൽ റിവ്യൂ ചെയ്ത ശേഷം നമുക്ക് ഇൻസേർട്ട് ഡാറ്റ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡാറ്റ അവിടെ വെക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ. നമുക്കിതിൽ എന്തെങ്കിലും എഡിറ്റ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ.
എന്ത് വേണോ എഡിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണം, റോ ആഡ് ചെയ്യണോ, കോളം ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ സം ഓഫ് സെൽസ് അറേഞ്ച് ചെയ്യണോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇത് വളരെ എളുപ്പമാണ്. ഇതിൽ ഡാറ്റ അനാലിസിസും വരുന്നുണ്ട്. പക്ഷേ ഡാറ്റ അനാലിസിസ് നമുക്ക് ഓഫ്ലൈനിൽ അവൈലബിൾ അല്ല. നമുക്ക് പ്രീമിയം വെർഷനിൽ ഓൺലൈനിൽ അവൈലബിൾ അല്ല, ഓഫ്ലൈനിൽ മാത്രമേ അത് അവൈലബിൾ ആയി കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് മീ. സോ ടാറ്റാ ബൈ.